കോതമംഗലം ടൗണിനെ ഹരിത ടൗണായി മാറ്റാൻ സ്ഥാപിച്ച ചെടികൾ അപ്രത്യക്ഷമായി. വൻ തുക ചെലവിട്ട സൗന്ദര്യവത്കരണ പ്രവർത്തനമാണ് പ്രഹസനമായത്. കോതമംഗലം മുനിസിപ്പാലിറ്റി കോതമംഗലം ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇതിനായി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ടൗണിൽ പലയിടങ്ങളിലും ചെടികളോട് കൂടിയ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചതായിരുന്നു സൗന്ദര്യവൽക്കരണത്തിനായുള്ള പ്രധാന പ്രവർത്തനം. ബസ് സ്റ്റാൻഡിലും പ്രധാന റോഡുകളുടെ വശങ്ങളിലുമെല്ലാം ചെടികൾ നിറഞ്ഞു. ഇതിനായി 10,000 രൂപയാണ് ചെലവഴിച്ചത്. എത്ര കാലം ഇങ്ങനെ ഈ ചെടികൾ നിലനിൽക്കും എന്ന ചോദ്യം അന്ന് തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു. ആ സംശയത്തിന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തരമായിരിക്കുകയാണ്. പലയിടങ്ങളിലും ചെടികൾ ഇപ്പോൾ കാണാനില്ല. ബസ് സ്റ്റാൻഡിന് മുന്നിലെ മീഡിയനിൽ നിന്ന് ഇവ മാറ്റിയിട്ടുണ്ട്. ബേസിൽ ജംഗ്ഷനിൽ പ്രത്യേക രീതിയിൽ സ്റ്റാൻഡുണ്ടാക്കി അതിലാണ് ചെടിച്ചട്ടികൾ നിരത്തിയത്. സ്റ്റാൻഡ് നോക്കുകുത്തിയായി ഇപ്പോൾ അവിടെയുണ്ട്. ഒരാഴ്ച മുമ്പ് ഏതാനും ദിവസം മഴ മാറി വെയിൽ തെളിഞ്ഞപ്പോഴുണ്ടായ ചൂടിൽ പല ചെടികളും വാടിത്തുടങ്ങിയിരുന്നു. വേനൽക്കാലമാകുമ്പോൾ കൃത്യമായി വെള്ളമൊഴിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന ചെടികളും കരിഞ്ഞുണങ്ങുമെന്ന് ഉറപ്പാണ്. നനയ്ക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കുമെന്നതാകും പ്രശ്നം. GTV ന്യൂസ്, കോതമംഗലം.